എന്റെ കഴുത്തിൽ പിടിച്ച് പിച്ചിട്ട് ചോര വന്നോന്ന് വരെ സംശയമുണ്ട്. കാരണം എന്താന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും പിടുത്തൂല്ല. നോക്കമ്മ അടികൂടിയ രംഗങ്ങൾ ഇത് ഇവിടെ കാണിക്കുന്നില്ല. അത് സോഷ്യൽ വയലൻസ് ആവേ. അമ്മാതിരി അടിയാണ് നമ്മുടെ ചിക്കു തന്നെ അടിച്ചത്. ഭാഗ്യത്തിന് അമ്മ വേഗം അവളെ ഡാൻസ് ക്ലാസ്സിൽ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് മനസ്സമാധാനം കിട്ടി. മിലുവിനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയത്. എന്നാ നമ്മുടെ മിലു എനിക്കിട്ടൊരു പണി തന്നു. ഞാൻ നോക്കുമ്പോഴേ മിലുവിനെ കാണാനില്ല. തപ്പി തപ്പി എന്റെ ഓപ്പാടിളകി. പിന്നെ നോക്കുമ്പോഴുണ്ടടാ അതേ നിക്കണു മിലു. അമ്മ വരുന്നത് നോക്കി നിക്കാട്ടോ അവള്. ഞാൻ വിളിക്കുമ്പോ എന്നോടല്ല എന്ന ഭാവത്തിലാണ് നമ്മുടെ മിലു നിൽക്കുന്നത്. പിന്നെ ഞാൻ ഓടിച്ചെന്ന് അവളെ എടുത്തോണ്ട് വന്നു കേട്ടോ. തോന്നിയ പോലെ ഇവിടെ ഇറങ്ങിപ്പോയതിന് നല്ല വഴക്ക് ഞാൻ പറഞ്ഞു. ആര് കേൾക്കാനല്ലേ. അങ്ങനെ നമ്മുടെ ചിക്കുന്റെ ഡാൻസ് ക്ലാസ് അമ്മ അവളെ വിളിക്കാൻ പോയപ്പോ ഞാനും കൂടെ പോയിട്ടാ. രാവിലത്തെ പിണക്കം നമുക്ക് സോൾവ് ആക്കണല്ലോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങളിത് സ്ഥിരം പരിപാടിയാണ് ട്ടാ. ഏത് ഈ അടികൂടല് തന്നെ. അങ്ങനെ അവളെ എന്നെ കണ്ടതും അവളുടെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ എന്റെ അടുത്ത് പറയാണ്. ഇന്നലെ ഒരു പുതിയ ക്യൂടെക്സ് വാങ്ങി. അതിന്റെ ഹുങ്കാണ് ദീ കാണുന്നത്. കള്ളി ആർക്കും മനസ്സിലാവില്ല എന്നാ. അങ്ങനെ നമ്മള് വീടെത്തിയിട്ടാ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ വിഭവമാണ്. വേറൊന്നുമല്ല, ചെറുപയർ കഞ്ഞി. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. പൊതുവേ ഇത് മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടാക്കുക. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടോ അച്ചാറാണ് ഉള്ളത്. ഇതിന് കറി പോലും വേണ്ട. നാളികേരവും പയറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കാരണം ഭയങ്കര ടേസ്റ്റ് ആണ്. അതും ചൂടോടുകൂടി തന്നെ കഴിക്കണം ട്ടാ. അതാണ് രസം. അച്ഛൻ വർക്ക് സൈറ്റിൽ പോയി ഉച്ചയായപ്പോഴാട്ടാ തിരിച്ചെത്തിയത്. അച്ഛൻ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി കഴിക്കും. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാട്ടാ.